ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ കോംപ്ലിക്കേഷൻസ് ഒരു പ്രമേയ രോഗി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ഒരു ചെറിയ ഇൻഫർമേഷനാണ് നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾ ഡയബറ്റിക് പേഷ്യന്റ് ആയാൽ അല്ലെങ്കിൽ ഒരാൾ ഡയബറ്റിക് മെലിറ്റസ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് എന്തൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിനെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും, എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് വളരെ പെട്ടെന്ന് ഏത് സമയവും ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചില കോംപ്ലിക്കേഷൻസ് വളരെ സമയമെടുത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണിച്ചു തുടങ്ങുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് അല്ലെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ് എന്ന് നമുക്ക് ഇതിനെ പറയും, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ പെട്ടെന്ന് തലകറങ്ങി വീഴുന്നു, ശ്വാസം മുട്ടലുണ്ടാകുന്നു, അതുപോലെ തന്നെ വളരെ കിതപ്പ്, ശരീരം വിയർക്കുന്നുണ്ടെങ്കിലും ശരീരം തണുത്ത ഒരവസ്ഥയിലായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിന് ഊഷ്മാവ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് തോന്നുന്നു, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. നമ്മൾ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ ബ്രീത്തിങ് എയർ, അതായത് എക്സ്പെൽ ചെയ്യുന്ന എയറിന് ഒരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും. ഇതിനെയാണ് നമുക്ക് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. ഈ കീറ്റോൺ ബോഡി എന്ന് പറയുന്ന കെമിക്കൽ അല്ലെങ്കിൽ കീറ്റോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ അസറ്റോൺ എന്ന് പറയുന്ന കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ, ഈ ഡയബറ്റിക് പേഷ്യന്റിന്റെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു അവസ്ഥയാണിത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന നോർമലായി നടക്കുന്ന ചില ഫാറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പുമായി ബന്ധപ്പെട്ട ചില രാസപ്രവർത്തനങ്ങളിൽ മൂലമുണ്ടാകുന്ന അസറ്റോൺ, ഇത് വളരെ ശരീരത്തിൽ പെട്ടെന്ന് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. പെട്ടെന്ന് തന്നെ പേഷ്യന്റ് തലകറങ്ങി വീഴുകയും പേഷ്യന്റിന് ഒരു ബോധക്ഷയം സംഭവിച്ച് ശരീരം ആകെ തണുത്ത് ശരീരം ഒരു നീല കളറിലേക്ക് മാറുന്ന നമുക്കതിനെ സൈനോസിസ് എന്ന് പറയും, ശരീരം പെട്ടെന്ന് നീല കളറിലേക്ക് മാറുക. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഒന്ന് ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനെയാണ്. അപ്പം ബ്രെയിനെ ബാധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സാധാരണ ഇത് ലീഡ് ചെയ്യുന്നത് കോമയിലേക്കാണ്, കോമ സ്റ്റേജിലേക്കാണ്. ഇനിയും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാനും മരണം സംഭവിക്കാനും വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. സോ എത്രമാത്രം നമ്മൾ ഈ പറയുന്ന അസുഖത്തിനെ കൺട്രോൾ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന മരണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇനി രണ്ടാമതായി ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഹൈപ്പർ ഗ്ലൈസീമി ഹൈപ്പർ ഓസ്മോളാരിറ്റി സ്റ്റേറ്റ് അല്ലെങ്കിൽ നോൺ കീറ്റോട്ടിക് കോമ എന്ന് പറയുന്നത്. ഇതും ഏകദേശം സെയിം ആയിട്ടുള്ള അവസ്ഥ തന്നെയാണ്, നമ്മുടെ കീറ്റോ അസിഡോസിസ് പോലെ തന്നെ ഒരു സെയിം ആയിട്ട് അവസ്ഥയാണ്. പക്ഷേ ലക്ഷണങ്ങളിൽ ചില ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ശരീരത്തിൽ നിന്ന് അമിതമായി നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ഹൈപ്പോവോളീമിയ, നമ്മൾ പറയുന്നത് ഹൈപ്പോവോളീമിയ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരീരത്തിൽ നിന്ന് അമിതമായി ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നു, നമുക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന മാത്രമല്ല ഷുഗറിന്റെ അളവ് വളരെ പെട്ടെന്ന് കൂടുകയും ഇത് ഹാർട്ട് അതുപോലെ തന്നെ ബ്രെയിന് മറ്റു ഓർഗൻസിനെ വേഗം ബാധിക്കുകയും ചെയ്യുന്നു. അതുമൂലം പെട്ടെന്ന് തന്നെ പേഷ്യന്റിന്റെ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാനും അല്ലെങ്കിൽ പേഷ്യന്റ് പെട്ടെന്ന് കോമയിലേക്ക് പോകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ രണ്ട് കണ്ടീഷൻസും നമുക്ക് വളരെയധികം എമർജൻസി ആയി തന്നെ ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആളെ രക്ഷിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇനി മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പോഗ്ലൈസീമിയ. സാധാരണ ഇത് ഹൈപ്പോഗ്ലൈസീമിയ ഈ ഡയബറ്റിക് പേഷ്യൻസിൽ സാധാരണ കണ്ടുവരുന്നതാണ്. കാരണം ഒന്നെങ്കിൽ അവർ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ കൂടി പോകുന്നതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു സാധാരണ കണ്ടുവരും. പെട്ടെന്ന് തന്നെ തലകറങ്ങി വീഴുക. നമുക്കറിയാം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുമ്പോൾ ശരീരം മുഴുവൻ പെട്ടെന്ന് അങ്ങോട്ട് വിയർത്ത് ഒരു പരവേശമൊക്കെ വന്ന് പെട്ടെന്ന് വിശപ്പ് തോന്നുന്ന പോലെ, ദാഹം തോന്നുന്ന പോലെ, നമ്മുടെ വായൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പെട്ടെന്ന് ഒരു തലകറക്കം വന്ന് നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പറഞ്ഞ ഹൈപ്പോഗ്ലൈസീമിയ. മധുരമുള്ള എന്തെങ്കിലും പൗഡേർഡ് ആയിട്ടുള്ള വസ്തുക്കളെ കുറച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഏകദേശം 15 ഗ്രാമിൽ താഴെ മാത്രം പൗഡേർഡ് ആയിട്ടുള്ള വസ്തുക്കളെ കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം കുറച്ച് കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുക. 15 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. ഇനിയും ഇത് കൊടുത്തിട്ടും നമുക്ക് ഈ പേഷ്യന്റിനെ പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, കൃത്യമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടി അതിനെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സെൽഫ് ട്രീറ്റ്മെന്റ് ഒരിക്കലും ഒരു പരിഹാരമല്ല. നമ്മൾ എക്സ്പെർട്ടിന്റെ ഒപ്പീനിയനോ എക്സ്പെർട്ടിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്, അതായത് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, നോൺ കീറ്റോട്ടിക് കോമ, ടൈപ്പ് 2 ഡയബറ്റീസിൽ ഹൈപ്പോഗ്ലൈസീമിയ, ഇത് 3ആണ് പ്രധാനമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ പേഷ്യൻസിൽ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിൽ ഒരു കോംപ്ലിക്കേഷനായി കാണിക്കാനും മരണത്തിന് വരെ കാരണമായിട്ടുള്ള ഒരു റീസൺസ് എന്ന് പറയുന്നത്. ഇനി പ്രമേയ രോഗികളിൽ വളരെ സമയമെടുത്താൽ വളരെ കാലത്തിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കോംപ്ലിക്കേഷൻസ് നമുക്ക് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളെ കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് നമുക്ക് ഈ പ്രമേയ രോഗികളിൽ സാധാരണയായി മരണം സംഭവിക്കുന്ന ഉറക്കത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. കാരണം നമുക്കൊരു സ്ലീപ്പിംഗ് കില്ലർ എന്നൊക്കെയാണ് നമുക്ക് ഈ പ്രമേയ രോഗത്തിന് അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസിനെ പറയുന്നത്. അപ്പം ഈ അസുഖം ഉണ്ടാകുന്നതിൽ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു 70 മുതൽ 80% വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ബ്ലഡ് വെസൽസിനെ തിക്കാക്കിയതിന് ശേഷം അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് നമുക്ക് ഹാർട്ടിലേക്കുള്ള പമ്പിങ് കുറയുന്നു, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പമ്പിങ് കുറയുന്നു, ഓക്സിജന്റെ അളവ് കുറയുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ബ്രെയിന് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് പെട്ടെന്ന് ഉണ്ടാവുകയും അല്ലെങ്കിൽ ബ്രെയിൻ ഡിസീസ് ഉണ്ടാവുകയും അതുമൂലമാണ് മരണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളിലാണ് കൂടുതലും മരണം സംഭവിക്കുന്നത്.
നമ്മളോട് പല ആളുകളും പറയുന്ന പ്രധാനപ്പെട്ട അല്ലെ ചില ആളുകൾ പറയുന്ന ചില കംപ്ലൈൻസിൽ ഒന്നാണ് രാത്രി കിടക്കുമ്പോൾ കാലിന് കട്ട് കഴിച്ച വേദന, കാല് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു, കാലിനടി ഭയങ്കര പുകച്ചിലാണ്. അതുപോലെ തന്നെ ഡോക്ടറെ കാലിൽ തൊടുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്നില്ല, കാലിന് ഭയങ്കര മരപ്പും പെരുപ്പും ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. അതുപോലെ രാത്രി കാല് ഭയങ്കരമായിട്ട് വിയർക്കുന്നു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ നമ്മൾ പലതരം ഡയഗ്നോസിസ് അല്ലെങ്കിൽ പലതരം അസുഖങ്ങൾ ഇതിന് കാരണമായി വരാറുണ്ട്. ഇപ്പം റുമാറ്റിസം ഉള്ള ആളുകളിൽ ഈ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ്, കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പ്രോപ്പർ അല്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ പലതരം അസുഖങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കാറുണ്ട്. പക്ഷെ ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയമില്ലാതെ പറയാം അത് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ തുടക്കമാണ്. മൂന്നാമതായിട്ട് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖം, നമുക്ക് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കംപ്ലൈന്റ് ആണ് ക്രോണിക് കിഡ്നി ഡിസീസസ്. നമുക്കറിയാം ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ കിഡ്നി അതിന്റെ ഫംഗ്ഷൻ പതിയെ 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 നശിപ്പിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് അവസാനം കിഡ്നി കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യപ്പെടുകയോ അതിന്റെ ഫലമായിട്ട് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാവുന്നതിൽ ഏകദേശം ഒരു 50 മുതൽ 60% വരെ നമുക്ക് പറയാം ഒരു ഡയബറ്റിക് പേഷ്യൻസ് അല്ലെ ഡയബറ്റിസ് മെലിറ്റസ് കൊണ്ടാണ്. നമുക്ക് അതുകൊണ്ട് അതിനെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് തന്നെ പറയാം, ഡയബറ്റിക് നെഫ്രോപ്പതി. മറ്റൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. അതായത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. നമുക്കറിയാം ഒരു 30 മുതൽ 60 വയസ്സ് അല്ലെങ്കിൽ 30 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള ആളുകളിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ റെറ്റിനയ്ക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ടാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു അവസ്ഥ. നമുക്കറിയാം പല ഹോസ്പിറ്റൽസിലും പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതാണ് പല ആളുകൾ അല്ലെങ്കിൽ നമ്മളതിന് കേട്ടിട്ടുള്ളതാണ് പല ആളുകളുടെയും അവയവം മുറിച്ചു മാറ്റി, പ്രധാനമായിട്ട് കാല് വിരലുകൾ മുറിച്ചു മാറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡയബറ്റിക് ഫുട്ട് അല്ലെങ്കിൽ ഡയബറ്റിക് അൾസർ ആണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആംപ്യൂട്ട് ചെയ്യുന്നതിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ചെറിയൊരു മുറിവാണ് ഉണ്ടായത്, അത് കൃത്യമായി ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതൊരിക്കലും അത് മുറിവ് ഉണങ്ങുന്നില്ല അല്ലെങ്കിൽ ഹീലാവുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവ് മൂലം മൈക്രോ ഓർഗാനിസത്തിന് കൂടുതലായി വളരാനും അത് ഇൻഫെക്ഷൻ ഇങ്ങനെ തുടർച്ചയായി മുൻപോട്ട് പോകുന്നതിനും കാരണമാണ്. അത് മാത്രമല്ല ആ ഭാഗത്തുള്ള സെല്ലുകളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയും ആ ഭാഗത്തിനെ തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്തു. അതായത് നമ്മൾ ഗാംഗ്രീൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഗാംഗ്രീൻ വരുന്നതിന് മൂലം നമുക്കറിയാം ആ അവിടുത്തെ സെല്ലുകൾ കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടു പോയി. ഒന്ന് അവിടെ ഇൻഫെക്ഷൻ തുടർച്ചയായി ഉണ്ടാകുന്നു, മറ്റൊന്ന് ഓക്സിജന്റെ ലഭ്യത കുറയുന്നു. ഇതുമൂലമാണ് ഈ ഗാംഗ്രീൻ സംഭവിക്കുന്നത്. നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം. ഈ പറയുന്ന അൾസറിനെ കൃത്യമായി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കാം. നല്ല രീതിയിലുള്ള വൂണ്ട് ഹൈജീൻ അല്ലെ വൂണ്ട് മെഷർമെന്റ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇനിയും ഒന്നും നടക്കുന്നില്ല, ഈ പറയുന്ന മാനേജ്മെന്റ് ഒന്നും നമുക്ക് പ്രോപ്പർ അല്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ആംപ്യൂട്ടി ചെയ്യുക അല്ലെങ്കിൽ കാലുവിരലുകൾ അല്ലെ ആ ഭാഗം മുറിച്ച് മാറ്റി നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് ബാക്കിയുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഗാംഗ്രീൻ തടയുക എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഇനി മറ്റൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന സ്കിന്നിലാണ്. നമുക്കറിയാം ഈ ഡയബറ്റിക് ഡെർമറ്റോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ സ്കിന്നിൽ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഇച്ചിങ് ആണ്. ശരീരത്തിൽ അവിടെ ഇവിടെ ചൊറിയുക, വളരെ ബുദ്ധിമുട്ടിൽ ചൊറിഞ്ഞ് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നമുക്ക് സാധാരണ ചൊറിച്ചിലുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുക്കൾ പോലൊക്കെ വന്നിട്ട് അത് പൊട്ടുക അല്ലെങ്കിൽ പൊട്ടാതെയൊക്കെയാണ് നമുക്ക് സാധാരണ അത് ചൊറിച്ചിലുണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സിന്റെ ഒരു കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ ചൊറിച്ചിലുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലീഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രോത്തുകളോ ഒന്നും കാണാൻ കഴിയില്ല. ശരീരം മുഴുവൻ ചൊറിച്ചിലുണ്ടാകും. ശരീരത്തിൽ വിയർപ്പ് അല്ലെങ്കിൽ വിയർക്കുന്ന ഒരവസ്ഥ, ശരീരം നന്നായിട്ട് വിയർക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെയാണ് സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒപ്പം ശരീരത്തിന്റെ സ്കിന്നിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഡാർക്ക് പിഗ്മെന്റേഷൻസ്, സ്കിൻ ടാഗുകൾ, ഈ പറയുന്ന മുറിവുകളുണ്ട്, ഉണങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമുക്ക് ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസിന്